തിരികെ സ്വാഗതം. ബ്രേക്കിംഗ് അവേഴ്സിലേക്ക്. സംസ്ഥാനത്ത് വ്യാപക വൈദ്യുതി നിയന്ത്രണം. ഇന്നലെ പലയിടത്തും 1 മണിക്കൂറോളം വൈദ്യുതി മുടങ്ങി. രാത്രി 7:15 ശേഷമാണ് നിയന്ത്രണമുണ്ടായത്. മഴ ശക്തമായില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് KEB അറിയിക്കുന്നത്. ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള അപേക്ഷയിൽ റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം ഈ ആഴ്ചയുണ്ടാകും. സുനിഷ അയല്ലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിഷ, മഴ കനത്തില്ല എങ്കിൽ കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് പോകും എന്നത് തന്നെയാണ് KEB അറിയിക്കുന്നത്. ഇന്നലെയൊക്കെ മണിക്കൂറുകൾ നീണ്ടുനിന്ന വൈദ്യുതി നിയന്ത്രണം കൂടി സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഉണ്ടായി എന്നുള്ളതാണ്. ഈ പ്രതിസന്ധി എത്ര നാൾ തുടരും? റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം എന്നുണ്ടാകും? മധു, നിലവിൽ നാളെ റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം ഉണ്ടാകുമെന്നത് തന്നെയാണ് കരുതുന്നത്. മധു പറഞ്ഞതുപോലെയാണ്, നമുക്ക് ഈ 30 വരെ ഏതായാലും നിയന്ത്രണം ഉണ്ടാകുമെന്നുള്ളത് അറിയാമായിരുന്നു. പക്ഷേ നിലവിലിപ്പോൾ നിയന്ത്രണം അത് 1 മണിക്കൂറിലധികമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒപ്പം തന്നെ ഒന്നിടവിട്ട് കറണ്ട് പോകുന്നൊരു സ്ഥിതി കൊണ്ടുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം രാത്രിയിലൊക്കെ അതായിരുന്നു പലയിടത്തെയും അവസ്ഥ എന്നുള്ളതാണ്. വടക്കൻ കേരളത്തിലായാലും അത് കൂടുതലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഒരു സമയം അരമണിക്കൂറിലധികം കറണ്ട് പോകുന്നു, പിന്നെ ഇടവിട്ടൊരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അരമണിക്കൂർ കറണ്ട് പോകുന്നു. ഈ സ്ഥിതിയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതേ രീതിയിൽ തന്നെ ഇനിയും മഴ ലഭിച്ചില്ലെങ്കിൽ തുടരുമെന്നുള്ളത് തന്നെയാണ് KEB പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം വൈകുന്നേരമൊക്കെ 300 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവാണ് ഉണ്ടായിരുന്നത്. പക്ഷേ 7 മണിക്ക് ശേഷം 700 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവുണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നത് എന്നുള്ളതാണ് KEB ഇപ്പോഴും പറയുന്നത്. കഴിഞ്ഞ ദിവസത്തെ പീക്ക് ടൈം ആവശ്യകത എന്ന് പറയുന്നത് 4633 മെഗാവാട്ടാണ്. അത്രയും വൈദ്യുതി ലഭിക്കാനില്ലാത്ത വിഷയം അതാ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിലും ആ പ്രതിസന്ധി തുടരുകയും ചെയ്യുമെന്നുള്ളതാണ്. മഴ ലഭിച്ചില്ല എങ്കിൽ, ഡാമുകളിൽ വെള്ളം ലഭിച്ചില്ല എങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷന്റെ ഹിയറിംഗ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. പക്ഷേ കൂടുതൽ വിവരങ്ങൾ വേണമെന്ന റെഗുലേറ്ററി കമ്മീഷൻ അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നാളെ വീണ്ടും ഹിയറിംഗ് നടക്കുന്നുണ്ട്. ഈ ഹിയറിംഗിൽ ഇതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് കരുതുന്നത്. റെഗുലേറ്ററി കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാനുള്ള ചില ശ്രമങ്ങളിൽ KEBക്ക് വീഴ്ച പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും നാളെ നടക്കുന്ന ഹിയറിംഗിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് കരുതുന്നത്. മാധു, സുനിഷ അയല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്. 30-ാം തീയതി വരെ മാത്രമല്ല, അതിനുശേഷവും നല്ല മഴ കിട്ടിയില്ല എങ്കിൽ വൈദ്യുതി നിയന്ത്രണം തുടരും എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.